ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് കറക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കരമായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അതിനുശേഷത്തിലോട്ട് വേണ്ടതാണ് ഒരു സവോള. ആ സവോള നന്നായി തിന്നായിട്ട് അരിഞ്ഞിട്ട് ഈ ഫ്രൈ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ, ബീഫിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ബീഫ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിന് കൂടെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് സാലഡാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഫ്രൈയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സാലഡും അതിന് കൂടെ കുറച്ചൊരു ഉപ്പേരിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങാക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.